അന്യസംസ്ഥാനങ്ങളിലും സജീവമാണെന്ന സൂര്യവാർത്തകളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നവരെയും മതം മാറ്റാനായി താമസിക്കുന്ന കേന്ദ്രം കേരളത്തിലാണോ ഇവിടെ സൂര്യവാർത്തകളോട് വെളിപ്പെടുത്തി. അന്യമതങ്ങളിൽ നിന്നും മതം മാറ്റാനായി പ്രേരിപ്പിക്കുന്ന സംഘം കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും സജീവമാണെന്ന് സൂര്യവാർത്തകളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. പല കാരണങ്ങൾ പറഞ്ഞ് മതം മാറാനായി പ്രേരിപ്പിക്കുന്നവരെ മതം മാറ്റാനായി എത്തിക്കുന്നത് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിലാണ്. ഇത് സംബന്ധിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയുള്ള 2 പെൺകുട്ടികളെ നിർബന്ധിച്ച് മതം മാറ്റിയ സംഭവം പുറത്തായതോടെയാണ് പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ ആദ്യകാലങ്ങളിൽ ലവ് ജിഹാദ് എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന സംഘടന കോളേജ് വിദ്യാർത്ഥികളെയായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. കോളേജ് വിദ്യാർത്ഥികൾ മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസമുള്ള അന്യമതക്കാരെ ഈ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്ന സംഘം അന്യ സംസ്ഥാനങ്ങളിൽ സജീവമാണെന്ന് നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. മംഗലാപുരം സ്വദേശിനിയായ ഒരു സ്കൂൾ അധ്യാപികയ്ക്കാണ് ഇത്തരമൊരു അനുഭവം ഉണ്ടായത്. ഒരു യുവാവിന്റെ പ്രലോഭനത്തിൽ ആദ്യം പെൺകുട്ടി വീണു. തുടർന്ന് മതം മാറുകയാണെങ്കിൽ പ്രതിഫലം 1 ലക്ഷം രൂപയായി ഉയർത്താമെന്ന് സ്കൂൾ അധികൃതരും വാഗ്ദാനം ചെയ്തതായി പെൺകുട്ടി സൂര്യവാർത്തകളോട് പറഞ്ഞു. I was getting 2,500 salary and I requested them to increase the salary. So they told you will have to follow Islamic rules and you have to wear scarf for your head. തുടർന്ന് യുവാവിനോടൊപ്പം കോഴിക്കോട് മതമാറ്റ കേന്ദ്രത്തിലെ യുവതിക്ക് ചതിക്കുഴി മനസ്സിലായി. മതമാറ്റിയ ശേഷം മറ്റൊരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനായിരുന്നു കേന്ദ്രത്തിലുള്ളവരുടെ തീരുമാനം. പുറം ലോകവുമായി ബന്ധപ്പെടാൻ പോലും അനുവദിച്ചിരുന്നില്ലെന്ന് യുവതി പറയുന്നു. തുടർന്ന് മാതാപിതാക്കളുടെ പരാതിയെ തുടർന്ന് പോലീസും ചില സംഘടനകൾ നടത്തിയ അന്വേഷണത്തിൽ ഈ കേന്ദ്രത്തിൽ നിന്നും യുവതിയെ രക്ഷിക്കുകയായിരുന്നു. കേരളത്തിലെ 3 ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ഇത്തരം മതമാറ്റ കേന്ദ്രങ്ങളെ കുറിച്ച് ഗൗരവമായി അന്വേഷിച്ചു വരികയാണ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മംഗലാപുരത്തിൽ നിന്നും ബൈജു കാഞ്ഞങ്ങാടിനൊപ്പം കൊച്ചിയിൽ നിന്നും KR കുമാർ, സൂര്യ ന്യൂസ്.